പ്രവാചക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് പ്രവാചകൻ മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ സഖാക്കളും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിട്ടുള്ള യുദ്ധ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട യുദ്ധമായി മനസ്സിലാക്കപ്പെടുന്ന ഒന്ന് ബദർ യുദ്ധമാണ്. അതുപോലെ തന്നെ ഉഹുദ് യുദ്ധം, ഖൈബർ, അതുപോലെ മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്ന യുദ്ധങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബദർ യുദ്ധത്തിൽ നിന്നും തുടങ്ങാം. നമുക്കറിയാം, ഹിജ്റ, പലായനമെന്ന് അർത്ഥം വരുന്ന ഈ ഹിജ്റ സംഭവിച്ചതിന് ശേഷം ഹിജ്റയുടെ രണ്ടാം വർഷം മക്കയിൽ നിന്ന് ഖുറൈശിപ്പട മദീനയെ ആക്രമിക്കാൻ വരുന്ന ഘട്ടമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത്. അതായത് മക്കക്കാർ നേരത്തെ തന്നെ കച്ചവട താല്പര്യമുള്ളവരും അതുപോലെ തന്നെ കച്ചവടത്തിനായി വ്യത്യസ്ത യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹവുമാണ്. നേരത്തെ നബിയും കൂട്ടരും തന്നെ മക്കക്കാരാണ്. പക്ഷേ മദീനയിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടി വരുന്ന വഴികൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മക്കക്കാരുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവട സംഘം, അദ്ദേഹത്തിന് തോന്നിയൊരു ഉൾഭീതിയിൽ, അതായത് പ്രവാചകൻ മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും സമീപ പ്രദേശത്തു കൂടിയാണല്ലോ ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്നൊരു സാഹചര്യത്തെ ഒരു വ്യാജ തിരക്കഥ ചമച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ സംഘം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത മക്കയിലേക്ക് കൈമാറുകയും അവിടെ നിന്ന് വളരെ വലിയൊരു സൈന്യം, അതായത് 1000-ഓളം വരുന്ന സൈന്യം എല്ലാവിധ സർവ്വസന്നാഹങ്ങളോടും കൂടി മദീന എന്ന് പറയുന്ന ഈ യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തെ, പ്രവാചകൻ്റെ ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി വരുന്ന ഘട്ടമാണ് ബദർ യുദ്ധത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബദർ യുദ്ധത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, അതുവരേക്കും വിശ്വാസി സമൂഹത്തിൽ മുഹാജിറുകൾ, അതായത് ഹിജറ ചെയ്ത് വന്ന ആളുകളും ഹിജറ ചെയ്ത് വന്നപ്പോൾ അവരെ സ്വീകരിച്ച അൻസാരികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ചേർത്ത് ആ കൂടി 300-ലധികം വരുന്ന ആളുകളെ ഉണ്ടാകും. ചരിത്ര രേഖകൾ പറയുന്നതനുസരിച്ച് 313-ഓളം പേരാണ് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട്, വിശ്വാസികളുടെ ഭാഗമായിട്ടുള്ളത്. ഈ വിശ്വാസികളുടെ ഈ ഒരു സമൂഹം 1000-ഓളം വരുന്ന ഒരു ഖുറൈശിപ്പടയെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത് അവർക്ക് ലഭിച്ച ദൈവ സഹായത്തിൻ്റെയും അതല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പുലർത്തിയ നിശ്ചയദാർഢ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്ഥൈര്യതയുടെയും ഒക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതായത് 1000 പേർ ഇതുവരേക്കും യുദ്ധം തങ്ങളുടെ തൊഴിലാക്കി മനസ്സിലാക്കിയിട്ടുള്ള, ഹോബിയാക്കി മനസ്സിലാക്കിയിട്ടുള്ള ഖുറൈശികൾ, അതേസമയം ബഹിഷ്കൃതരും നിസ്സഹായരുമായൊരു കൂട്ടർ വിശ്വാസത്തിൻ്റെ ഒരു ദാർഢ്യം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അവർ പുറപ്പെട്ട ഒരു യുദ്ധമുഖമായിരുന്നു യഥാർത്ഥത്തിൽ ബദറിലേത് എന്ന് പറയുന്നത്. അപ്പോൾ ബദറിൽ വെച്ച് നമുക്കറിയാം, ചരിത്രം നമ്മളോട് പറയുന്നതനുസരിച്ച് വലിയ പരാജയമാണ് ഖുറൈശികൾക്ക് നേരിടേണ്ടി വന്നത്. ഖുറൈശികൾ വിചാരിച്ചത് 300 പേരടങ്ങുന്ന ഇതോടുകൂടി മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും കഥ നമുക്ക് തീർക്കാവുന്നതാണ്, അങ്ങനെ നമുക്ക് തിരിച്ചു പോകാം, ഇത് ഇസ്ലാമിൻ്റെ ശൈലി അതോടുകൂടി തീർന്നു എന്നാണ്. പക്ഷേ ഖുർആൻ ദിവ്യബോധനത്തിലൂടെ പ്രവാചകനോട് പിന്നീട് ആ സന്ദർഭത്തെ അനാവരണം ചെയ്ത് പറയുന്നതനുസരിച്ച് ഒരുപാട് ഫാക്ടറുകൾ, ഒരുപാട് ഘടകങ്ങൾ ഈ വിജയത്തിന് പിന്നിലുണ്ട്. വിശ്വാസത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് സർവ്വസന്നദ്ധരായിട്ട് ഇറങ്ങിയിട്ടുള്ള, ത്യാഗസമർപ്പണവുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കൂട്ടരെ ദൈവം സഹായിക്കുകയും ആ സഹായത്തിൻ്റെ ഏറ്റവും നല്ല രൂപം ശത്രുക്കൾക്കെതിരെയുള്ള വിജയമായി ബദറിൽ നിങ്ങൾക്ക് തരികയും ചെയ്തു എന്ന് ചരിത്രം നമ്മളോട് പറയണം. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ളൊരു പ്രദേശമാണ് ബദർ എന്ന് പറയുന്നത്. ഇപ്പോഴും വളരെ പ്രയാസപ്പെട്ട് മാത്രം എത്താൻ സാധിക്കുന്നൊരു പ്രദേശത്തേക്കാണ് ഒരു റമളാൻ മാസത്തിൽ പ്രവാചകനും കൂട്ടരും റമളാൻ 17-നാണ് ബദർ യുദ്ധം നടക്കുന്നതായിട്ട് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളിലെ വലിയ പോർ മുഖത്തുള്ള നായകന്മാരൊക്കെ കൊല്ലപ്പെടുകയും അവർ കനത്ത പരാജയം രുചിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ബദർ. അതിനുശേഷം അടുത്ത വർഷം, അതായത് ഹിജ്റ 2-ാം വർഷമാണ് ബദർ സംഭവിക്കുന്നതെങ്കിൽ 3-ാം വർഷം അതിന് പ്രതികാരമായി, അതിന് മുസ്ലിങ്ങളോട് പക വീട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് മക്കക്കാർ ഇങ്ങോട്ട് സർവായുധ സന്നദ്ധരായിക്കൊണ്ട് ഇറങ്ങി വന്ന ആയിരക്കണക്കിന് മനുഷ്യരായിട്ട് ഇളകി വന്നൊരു സന്ദർഭമായിരുന്നു ഉഹുദ് യുദ്ധം എന്ന് പറയുന്നത്. മദീനയുടെ പുറത്തുള്ള ഒരു മലയാണ് ഉഹുദ്. ആ ഉഹുദ് എന്ന ഒരു മലയടിവാരത്തിന് കീഴിൽ നടക്കുന്ന യുദ്ധമായതുകൊണ്ടാണ് ഉഹുദ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഉഹുദ് യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ വലിയൊരു കോൺഫിഡൻസോട് കൂടി ഇറങ്ങിയ മുസ്ലിം സമൂഹത്തിന്
താരതമ്യേന ഒരു പരാജയത്തിന് സമാനമായ ഒരു അവസ്ഥ കൈവന്നു. അതും ഖുർആൻ നൽകുന്ന അതല്ലെങ്കിൽ ഇസ്ലാം നൽകുന്ന വലിയൊരു പാഠമായിരുന്നു. അതായത് നിങ്ങളുടെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ വിജയപ്രതീക്ഷയുമെല്ലാം അതിരുകവിഞ്ഞതായിരുന്നു. അതോടൊപ്പം തന്നെ പ്രവാചകൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളിലും അദ്ദേഹത്തെ അനുസരിക്കാത്തത് മൂലം ജീവിതത്തിൽ വന്ന നിങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയായിട്ട് ഖുർആനിലെ ഒരു സൂറത്തു ആലു ഇമ്രാനിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ബദറിനെ കുറിച്ച് സൂറത്തുൽ അൻഫാലിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം ഓരോ യുദ്ധ സന്ദർഭങ്ങളും പ്രവാചകനുമായി ബന്ധപ്പെടുത്തി ആ സമൂഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പാഠങ്ങൾ എന്താണ്, ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാന പതനങ്ങളുടെ കാരണങ്ങൾ എന്ന് വിശദീകരിക്കുന്നതിനുള്ള ഒരു മൗലിക പ്രമേയമായിട്ട് കൂടിയാണ് ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നീട് 5-ാം വർഷം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകനെതിരെ അഹ്സാബ് യുദ്ധം നടക്കുന്നുണ്ട്. അഹ്സാബ് എന്നുള്ള വാക്കിനർത്ഥം സഖ്യകക്ഷികൾ എന്നാണ്. അതായത് എല്ലാവരും, ഇപ്പോൾ ബനൂ നളീർ ഗോത്രം, അതുപോലെ തന്നെ ഒരുപാട് ഗോത്രങ്ങൾ, പ്രവാചകനുമായി സന്ധി ചെയ്തിരുന്ന ജൂതഗോത്രങ്ങളിൽ പലരും പ്രവാചകനോട് സന്ധി തെറ്റിക്കുകയും അവർ മറ്റു പുറത്തു നിന്നുള്ള എല്ലാ ആളുകളോടും മദീനക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുകയും അതുപോലെ തന്നെ നേരത്തെ തന്നെ തക്കം പാർത്തിരുന്ന ഖുറൈശികളടക്കമുള്ള ആളുകൾ, നമുക്കറിയാലോ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളടക്കമുള്ള ഖുറൈശികളടക്കമുള്ള ആളുകളോട് ഇവിടെ വന്ന് ഇതിനെ തകർത്തുകൊള്ളൂ, ഞങ്ങളും കൂടെ സഹായിക്കാമെന്ന് പറയുകയും നേരത്തെ തന്നെ പ്രവാചകനിൽ തന്നെ അതൃപ്തരായിരുന്ന കപടവിശ്വാസികൾ, ഇസ്ലാമിക ഭാഷയിൽ അവരെ മുനാഫിക്കുകൾ എന്നാണ് പറയുക, കപടവിശ്വാസികൾ ആയ ആളുകൾ അതിനുള്ളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ഇങ്ങനെ എല്ലാവരും എതിർമുഖത്ത് വരുന്നൊരു സന്ദർഭമായിരുന്നു അഹ്സാബ് യുദ്ധം. അപ്പോൾ അഹ്സാബ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് ഖന്തക്ക് യുദ്ധം എന്നാണ്. ഖന്തക്ക് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ്. അപ്പോൾ പ്രവാചകനും കൂട്ടരും മദീനയുടെ 3 ഭാഗവും ഈ വീടുകളാലും തോട്ടങ്ങളാലും നിബിഡമായിരുന്നു. ഒരു ഭാഗത്തുകൂടി മാത്രമാണ് ഈ കടന്നുവരവ് സാധ്യമായിരുന്നത്. ആ ഭാഗത്ത് പ്രവാചകൻ്റെ മറ്റൊരു സഹാബിയായിരുന്ന സൽമാനുൽ ഫാരിസി, അദ്ദേഹം പെർഷ്യക്കാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ കിടങ്ങ് കുഴിക്കാം എന്നുള്ള സ്ട്രാറ്റജി അദ്ദേഹം പറയുകയും പ്രവാചകൻ അത് സ്വീകരിക്കുകയും വലിയ ദൂരത്തിലും വലിയ നീളത്തിലും വീതിയിലും അങ്ങനെ കിടങ്ങ് കുഴിച്ച് ഇസ്ലാമിക സമൂഹം അതിനെ പ്രതിരോധിക്കുകയും ശത്രുക്കൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു പതിവിൽ അപ്പുറമായിട്ട് അവർക്ക് വിജയം നേടാൻ പറ്റാതെ പോവുകയും ചെയ്ത സന്ദർഭമായിരുന്നു അഹ്സാബ് യുദ്ധത്തിൻ്റേത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ്. ഹുദൈബിയ സന്ധി എന്നുള്ളത് പ്രവാചകൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധിയായി മനസ്സിലാക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതായത് പ്രവാചകനും കൂട്ടരും ഉംറ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നമുക്കറിയാലോ ഹജ്ജ് ഉംറ എന്നുള്ളത് മുസ്ലിങ്ങളുടെ ആരാധനകളുമായി ബന്ധം. അപ്പോൾ ഉംറ എല്ലാവർക്കും നേരത്തെ തന്നെ അനുവദനീയമായ ഒന്നാണ്. പക്ഷേ പ്രവാചകനും കൂട്ടരും ഉംറ ചെയ്യുന്നതിൽ അതിൽ നിന്ന് വിലക്കപ്പെടുകയും അതുപോലെ തന്നെ പ്രവാചകനും കൂട്ടർക്കും മക്കയിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത അത്ര ഉടമ്പടികൾ വെക്കപ്പെടുകയും ചെയ്തിട്ടും പ്രവാചകൻ അതിന് കയ്യൊപ്പ് ചാർത്തി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന ആളുകൾ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകൾ സ്വയം നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അതിലിടപെടാൻ പാടില്ല എന്നതടക്കമുള്ള നിബന്ധനകൾ അതിലുണ്ടാവുകയും അത് പ്രവാചകൻ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അത് സ്വയം നിലക്ക് പാലിക്കാൻ നിഷേധികളായ ആളുകൾക്ക് പറ്റിയില്ല. കാരണം മക്കയിൽ നിന്നുള്ള ആളുകളെ തടയുക, മദീനയിലേക്ക് വരുന്നത് തടയുക എന്നുള്ളത് മക്കക്കാർക്ക് പറ്റില്ലല്ലോ. കാരണം അവർ തടയുക എന്നുള്ളത് അവർ തടഞ്ഞു തന്നെ അവരുടെ സ്ട്രാറ്റജി സ്വീകരിച്ചു. അവർക്ക് തടയല്ലാതെ വഴിയില്ലായിരുന്നു. പക്ഷെ മദീനയിൽ നിന്ന് വിശ്വാസികളായ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ വിരളമായ ഒന്നായിരുന്നു. അവസാനം അവർ തന്നെ അവരുടെ കരാർ ലംഘിക്കേണ്ടി വരികയും പിന്നീട് ഇസ്ലാമിൻ്റെ മഹാവിജയത്തിലേക്ക് അത് എത്തുകയും ചെയ്യുന്നൊരു ഘട്ടമുണ്ട്. അതാണ് ഫത്ഹ് മക്ക വിജയം എന്ന പേരിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഹിജറ വർഷം 8-ാം വർഷം മക്ക വിജയം എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് ഹിജറ ചെയ്ത് വന്ന 8-ാം വർഷമാണ് മക്കയിലേക്ക് പ്രവാചകൻ ആരെയും അറിയിക്കാതെ പ്രവാചകനും കൂട്ടരും മക്കയിലേക്ക് പുറപ്പെടുകയും അവിടെ രക്തരൂക്ഷിതമല്ലാത്ത, അതായത് ഒരു തരി രക്തം പോലും ചൊരിയേണ്ടി വരാത്ത രീതിയിൽ മക്ക പ്രവാചകന് കീഴ്പ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രവാചകനിലേക്ക് ഇങ്ങനെ ആളുകൾ അടുക്കുന്നതും അതുപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ട് പിന്നീടും പ്രവാചകനെതിരെ നടന്ന യുദ്ധ ശ്രമങ്ങളെയാണ് നമ്മൾ ചരിത്രത്തിൽ ഹുനൈൻ എന്നും തബൂക്ക് എന്നുള്ള പേരിലുള്ള യുദ്ധങ്ങളായിട്ട് മനസ്സിലാക്കുന്നത്.